ഹലോ, ISROയുടെ അടുത്ത ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള മിഷനാണ് ഗഗൻയാൻ. 2024 അവസാനത്തോട് കൂടിയിട്ട് അത് ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്ന ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു മിഷനിലേക്ക് വേണ്ടി 4 ആളുകളെ സെലക്ട് ചെയ്ത വാർത്ത. അപ്പോൾ ആദ്യമായിട്ട് ISRO, അതായത് സ്പേസിലേക്ക് മനുഷ്യന്മാരെ അയക്കുന്ന ആദ്യത്തെ മിഷനാണ് ഗഗൻയാൻ, ISROയുടെ ആദ്യത്തെ മിഷൻ. അപ്പം ലോകത്തിൽ തന്നെ ആകെ 3 രാജ്യങ്ങൾ മാത്രമാണ് ഇതിനു മുൻപ് മനുഷ്യനെ സ്പേസിലേക്ക് അയച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ നിന്നും നമ്മുടെ ISROയുടെ അടുത്ത മിഷൻ, നമുക്കറിയാം കഴിഞ്ഞ വർഷം ചന്ദ്രയാൻ സക്സസ്ഫുൾ ആവുകയും നമ്മളെല്ലാവരും അതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് ഇരുന്ന് കണ്ട ആളുകളുമാണ്. സോ 2024 അവസാനം നമുക്ക് ഇതുപോലെ തന്നെ ലൈവ് ടെലികാസ്റ്റിൽ കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ കാണാൻ പോകുന്ന മിഷനാണ് ഗഗൻയാൻ 1. അപ്പോൾ അതിൻ്റെ ക്രൂ മെമ്പേഴ്സിനെ 4 ആളുകളെ സെലക്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള വാർത്ത. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എൻറ്റയർ മിഷൻ ഏകദേശം 90 ബില്യൺ രൂപയാണ് അതിൻ്റെ ചിലവെന്ന് പറയുന്നത്. ഏകദേശം 9,000 കോടി രൂപയോളം എന്താണ് ഇതിൻ്റെ ചിലവായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും ചിലവ് കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഗഗൻയാൻ 1 എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത് തന്നെയാണ്, മനുഷ്യന്മാരെ സ്പേസിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ചൈന, അമേരിക്ക, അതുപോലെ തന്നെ റഷ്യക്ക് മാത്രമാണ് ഇതിനു മുൻപ് സ്പേസിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ ക്യാപ്റ്റനായിട്ട് അങ്കദ് പ്രതാപ് എന്ന് പറയുന്ന വ്യക്തിയാണ് സെലക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം NDAയുടെ അലൂമിനസ് ആയിരുന്നു, ഒരു ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറാണ്, അങ്ങനെ ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറാണ്, അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. രണ്ടാമത്തെ ആൾ ശുഭാൻഷു ശുക്ല എന്ന് പറയുന്ന ലക്നൗകാരനാണ്, രണ്ടാമത്തെ വിങ് കമാൻഡറായിട്ട് സെലക്റ്റഡ് ആയിട്ടുള്ളത്. ആൻഡ് ഗ്രൂപ്പ് ക്യാപ്റ്റനായിട്ട് അഗൈൻ അജിത് കൃഷ്ണൻ ഫ്രം ചെന്നൈ സെലക്റ്റഡ് ആയിട്ടുണ്ട്. നാലാമത്തെ ആൾ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്, അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള ആളാണ്. സോ ഈ 4 പേരെ സെലക്ട് ചെയ്തതിൽ ഒരാൾ കേരളക്കാരനാണെന്ന് കൂടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ഈ ഒരു മിഷനെ കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുക. അതുപോലെ തന്നെ ISRO പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള ആളുകൾ, സയൻസിലും മാത്സിലൊക്കെ ടെക്നോളജിയിലൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ട് സയൻറ്റിസ്റ്റ് ആയിട്ടൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ കമൻറ്റിൽ പറയണം. ആൻഡ് ISRO യുവിക പ്രോഗ്രാം എന്ന് പറയുന്ന 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 2 ആഴ്ചത്തെ ISRO സ്പോൺസർ ചെയ്യുന്ന സമ്മർ വെക്കേഷൻ ക്യാമ്പിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയും ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.